السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمد صلى الله عليه وسلم عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ സമാപന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധമായ റബീഉൽ അവ്വൽ 1 മുതൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചർച്ച ചെയ്തു വരികയാണ് നാം. തിരുനബിയുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളെ, ചില മുഹൂർത്തങ്ങളെ, ചില സന്ദേശങ്ങളെ ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. ഒരു സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിക്കുപ്പിയായിട്ട് ഉപയോഗിച്ചാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് ചുരുക്കം. അത്രമേൽ മഹത്വമുള്ളവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ. ഒരു പാമ്പ്, ഒരു സർപ്പം രാവിലെ ഇര തേടി തന്റെ മാളത്തിൽ നിന്നിറങ്ങി എവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചാലും അവസാനം തെറ്റാതെ ചിതറാതെ നേരെ തന്റെ മാളത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് പോലെ ഈമാൻ അവസാന കാലത്ത് മദീനയിലേക്ക് ചുരുങ്ങുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ചിന്തിക്കാൻ നമുക്ക് ബോധം നൽകട്ടെ. മദീന അത് നമ്മുടെ ഹൃദയമാണ്. വിശ്വാസിയുടെ ഇഷ്കിന്റെ ഖിബ്ലയാണ് അൽ മദീനത്തുൽ മുനവ്വറ എന്നുള്ളത്. അവിടം സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റബ്ബി വർസുഖ്നാ സിയാറതഹു قبل قبض الروح والخرج صل رب العالمين على سيد الكونين والسرج. ബഹുമാനപ്പെട്ട മങ്കൂസ മൗലിദിലെ ഈ വരി, റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബല ഖബ്ദി റൂഹി വൽ ഖറജ് എന്ന പരിശുദ്ധമായ വരി, ആ വരി നമ്മെ മദീനത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന വരികളാണ്. മദീനയിലേക്ക് എളുപ്പമായി നമുക്ക് എത്താൻ പറ്റുന്ന വഴികളാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നല്ലോ. എല്ലാ ദിവസവും തന്റെ റൂഹ് കണ്ട് മദീനത്ത് പോയി വന്ന മഹാന്മാര് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവര് റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന സന്ദർഭം, അവിടുത്തെ ഉപ്പാപ്പയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ശരീഫിന്റെ ചാരത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആശിഖീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞു, ഫീ ഹാലത്തിൽ ബഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തഹളാ ബിഹാ ശഫതി. നബിയെ, അങ്ങ് ബഗ്ദാദിലായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എന്റെ റൂഹിനെ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാറുണ്ട്. അത് അങ്ങയെ കണ്ട് സലാം പറഞ്ഞ് മുത്തം നൽകി ചുംബിച്ച് വരാറുമുണ്ട്. ഇന്നിതാ ഈ റിഫായിയുടെ റൂഹ് മാത്രമല്ല വന്നിരിക്കുന്നത്, ഈ റിഫായി തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തങ്ങളുടെ ആ പരിശുദ്ധമായ കരം, ആ വലത്തെ കൈ ഒന്ന് പുറത്തേക്ക് എടുത്തു തരണം, നീക്കി തരണം, ഞാനതൊന്ന് ചുംബിക്കട്ടെ എന്ന് സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇതൊരു വലിയ ചരിത്രമാണ്. ഇഷ്ഖിന്റെ മഹബ്ബത്തിന്റെ ലോകം അത്രമേൽ വിശാലമാണ്. ഇങ്ങനെയാണ് ഓരോ മഹാന്മാരും നമുക്ക് കാണിച്ചു തന്നത്. മലബാറിന് മദീനയെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റൗള ശരീഫിൽ പോയിക്കൊണ്ട് പാട്ട് പാടി, കവിത പാടി അത്ഭുതം സൃഷ്ടിച്ചവരാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അവരൊക്കെ മദീനയെ ജീവിച്ച് കാണിക്കുകയായിരുന്നു.
അവരുടെ ജീവിതം തന്നെ മദീനയായിരുന്നു. അൽ മദീനത്തുൽ മുനവ്വറയിലെ സംസ്കാരങ്ങളും ജീവിത ശൈലികളും മാർഗങ്ങളുമാണ് അവരൊക്കെ സ്വീകരിച്ചത്. നമ്മളും സ്വീകരിക്കേണ്ടത് അതാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്ക് ഒരു കാട്ടറബി ഒന്നുകൊണ്ട് ചോദിച്ചില്ലേ, മത്തസ്സഅയ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എപ്പോഴാ ഖിയാമത്ത് നാള്, എപ്പോഴാ ഈ ലോകക്കൊന്ന് അവസാനിക്കുക? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. വമാ അഅദത ലഹാ, ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ആ മനുഷ്യൻ തന്റെ അമലുകളൊക്കെ വിലയിരുത്തി നോക്കിയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ അടുത്ത് ധാരാളം നിസ്കാരങ്ങളോ നോമ്പുകളോ സദക്കകളുടെയോ കഥകളില്ല. വലാകിൻ യുഹിബ്ബുല്ലാഹ വറസൂല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറാബിയ മനുഷ്യൻ പറയുകയാണ്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, എന്നാൽ ഫഅൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത്, നീ ആരെയാണോ പിൻപറ്റിയത്, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, അവരോടൊപ്പമാണ് നാളെ നീ സ്വർഗത്തിലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം തങ്ങളെ വാക്കുകളെ കൂട്ടത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകിയ വാക്ക് ഫഅൻത മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് നാളെ നിങ്ങളെന്ന പരിശുദ്ധമായ വാക്യമാണ്. അപ്പോ സ്നേഹം അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. സ്നേഹം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരിക്കണം. തങ്ങളിലേക്ക് ആ സ്നേഹത്തെ അങ്ങനെ അങ്ങ് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ നമ്മൾ ആദരിക്കേണ്ടതിനെ ആദരിച്ച്, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ച്, ഇഷ്ടം വെക്കേണ്ടതിനെ ഇഷ്ടം വെച്ച്, വെറുക്കേണ്ടതിനെ വെറുത്ത് ആ രൂപത്തിൽ നമ്മൾ നിന്നാൽ നമ്മൾ ഈ ലോകത്തൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ, നല്ല ഉറച്ച യക്കീനോടുകൂടെ, നല്ല ഇഷ്കോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാനും പരിചയിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ് ഇന്ന് മെല്ലെ മെല്ലെ അവസാനിക്കുകയാണ്. ഈ 12 ദിവസങ്ങളിലായി ചെറിയ രൂപത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിന്റെ പല ഏടുകളും പലയാവർത്തി പറയാനും ചർച്ച ചെയ്യാൻ നമുക്കൊക്കെ സാധിച്ചു. ഇത് നാളെ മീസാനിൽ കനം തൂക്കുന്ന അമലായി അല്ലാഹു മാറ്റി തരട്ടെ. ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അംബിയാക്കന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ, അവരെ സ്മരിക്കൽ, അവരെ ഓർക്കൽ ഇബാദത്തുൻ, അതൊരു ആരാധനയാണ്. അതൊരു ആരാധനയുടെ ഭാഗമാണ്. അത് ഇബാദത്തിന്റെ ഭാഗമാണ്. വ ദിക്റുസ് സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരെ ഓർക്കൽ, അവരെ സ്മരിക്കൽ കഫാറത്തുൻ, ദോഷം പൊറുക്കാനുള്ള കാരണമാണ് എന്നാണ്. അപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്പിയാക്കന്മാരുടെ നേതാവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്, പറഞ്ഞത്, കേട്ടത്, ഇതൊക്കെ ഒരു ഇബാദത്താണ്. ആ ഇബാദത്തായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. അല്ലാഹു തആല പൊറുക്കാൻ കാരണമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ പരീക്ഷയുടെ കോഴ്സിന്റെ പരീക്ഷയും മറ്റുമൊക്കെ ഉണ്ടാകും. അതൊക്കെ അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ഈ 12 ക്ലാസ്സുകളിൽ പങ്കെടുത്ത സഹോദരന്മാര്, സഹോദരിമാര്, വിദ്യാർത്ഥികൾ, അവർക്കൊക്കെയും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഓടി നടക്കുന്ന, കഷ്ടപ്പെടുന്ന അൽ ഇഹ്സാന്റെ പ്രിയപ്പെട്ട മക്കള്, അവർക്ക് അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു പരസ്പരം നമ്മുടെ ദുആയിലൊക്കെ ചേർക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.